വയനാട് യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പിൻ്റെ പാതയിലാണ്. ഓരോരുത്തരും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു. നല്ല കാഴ്ചകൾ വയനാട്ടിൽ നിന്നുണ്ട്. എനിക്കൊപ്പം ജെൻസനും ശ്രുതിയുമാണുള്ളത്. ശ്രുതിയാണ് മുണ്ടക്കയിൽ സ്കൂളിലോട് താമസിച്ചിരുന്നത്. ശ്രുതിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് നമുക്ക് ജെൻസനൊന്ന് പരിചയപ്പെടാം. ജെൻസൻ ആ ശ്രുതിയുമായിട്ടുള്ളൊരു ബന്ധം ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു. ഞങ്ങൾ ഒരു ഇന്റർകാസ്റ്റ് മാരേജിന് നിൽക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ 10 വർഷത്തോളമായി ഇഷ്ടത്തിലായിട്ട്. പിന്നെ ഞങ്ങൾക്ക് പണ്ട് മുതൽ 10 വർഷമായില്ല. ഇപ്പൊ എൻഗേജ്മെന്റ് എന്നാ കഴിഞ്ഞ? അത് കഴിഞ്ഞ മാസം 2-ാം തീയതി. എൻഗേജ്മെന്റ് മാത്രമല്ല, ഇവരുടെ വീട്ടിൽ കയറി കൂടലിന്റെ പ്രോഗ്രാം. ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുകാച്ചൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഈ 2 പരിപാടി ഒരുമിച്ചാണ് നടത്തിയത്. എന്തായാലും ഗ്രാൻഡാക്കി ഗംഭീര പരിപാടി തന്നെ ആക്കിയിട്ടാണ് നടത്തിയത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു എൻഗേജ്മെന്റ് പോലെ ഇവരുടെ അവിടെ ഒരു ഫംഗ്ഷൻ നടത്തി. അതുമാത്രം. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു ശരിക്കും? കല്യാണത്തിന് പറഞ്ഞാൽ ഡിസംബറിലോട്ടാണ് നമ്മൾ നീട്ടി വെച്ചത്. ഡിസംബർ 26 പിന്നെ അത്രയും നീട്ടണ്ട, അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ് പോകണ്ട, നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു? ഓൾറെഡി നമ്മുടെ ക്യാഷും കുറച്ച് ഓർണമെന്റ്സും നമ്മളെ കയ്യിലുണ്ടായിരുന്നു. വീട്ടിൽ 4 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എൻഗേജ്മെന്റിൽ വെച്ച പൈറ്റ് പോലെ വെച്ചിട്ട് അതിന് കിട്ടിയ ക്യാഷ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓർണമെന്റ്സ് ഒരു 15 പവന്റെ അടുത്ത് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവര് ഈ ദുരന്തത്തിന് ശേഷം ഇപ്പോൾ ശ്രുതി മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ശ്രുതിയെ ചേർത്ത് പിടിക്കുകയാണ് ജെൻസൻ. ഇനി എങ്ങനെയാണൊരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ജെൻസൻ ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജോലിക്ക് പോയിട്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് മുമ്പോട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഒന്ന് തുടങ്ങണം. ഇനിയിപ്പോൾ എന്തായാലും ഒന്നൊന്ന് തുടങ്ങി ഞങ്ങൾ മുമ്പോട്ട് എന്തായാലും ഞങ്ങൾ ജീവിക്കും. നന്നായിട്ട് സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കും. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ. മിംസിലാരും ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേ? ഇനി അവിടേക്ക് ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ വേറെ ജോലി നോക്കുകയാണോ? സിറ്റുവേഷൻ പോലെ അടുത്ത മാസമാണ് 41 കഴിഞ്ഞിട്ട് പോകാന്നുള്ള പ്ലാനിങ്ങിലായിരിക്കുന്നത്. പിന്നെ എന്താ നോക്കിയിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് ഫ്രഷ് ആയിട്ട് പോകുമ്പോൾ മെന്റലി ഓക്കെ ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഓക്കെ ആവണമല്ലോ, എല്ലാ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഓക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ട്. ജോലി പഠിച്ച ഡിഗ്രി കഴിഞ്ഞാണല്ലേ? ഡിഗ്രി കഴിഞ്ഞിട്ട് അക്കൗണ്ടൻസി എടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ബില്ലിംഗ് സെക്ഷനിലോട്ട് ഞാൻ കയറിയത്. ജെൻസ് എന്ത് ചെയ്യായിരുന്നു? ഞാനൊരു ക്ലീനിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ വാട്ടർ ടാങ്കിന്റെ ഒക്കെ മിഷനറി വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ്ങിന്റെ പരിപാടിയാണ്. മൊത്തത്തിൽ വീട് തന്നെ കോൺട്രാക്ടിങ് ഒക്കെ എടുത്തിട്ടുള്ള ക്ലീനിങ് പരിപാടിയാണ് ചെയ്യല്. ഈ ദുരന്തം ഈ സംഭവം ഉണ്ടായത് എപ്പോഴാണ് അറിഞ്ഞു? ഞാൻ രാത്രി 2 മണിയായപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു. ശ്രുതിയല്ല, നമ്മുടെ ഗൾഫിലുള്ളൊരു അളിയൻ, അതായത് ഇവളുടെ ആങ്ങള, അങ്ങനെ വിളിച്ചെൻ്റെ അടുത്ത് പറയുക ചെയ്തത്. അപ്പോൾ ഇവളുടെ കസിൻ ആങ്ങളെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ അവിടെ ഉള്ളവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല, അളിയൊന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ ആദ്യം ഇവളുടെ അമ്മേനെ വിളിച്ചു, സബിതമ്മേനെ വിളിച്ചപ്പോൾ അമ്മേൻ്റെ ഫോണ് ഔട്ട് ഓഫ് കവറേജ് ഏരിയ. അങ്ങനെ അപ്പനെ വിളിച്ച് അപ്പൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോഴും ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയ. പിന്നെ അനിയത്തിനെ വിളിച്ച്, ശ്രീകുട്ടീന്നാണ് വിളിക്കുക ഞങ്ങൾ. അപ്പോൾ ശ്രീകുട്ടീനെ വിളിച്ചപ്പോഴും ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയ. പിന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ കുറച്ചൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പം തന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് ഇവളെയും കൂട്ടി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഹോസ്പിറ്റലായിരുന്നു. എന്നിട്ട് വേഗം ഇങ്ങോട്ട് പോന്നു. സിറ്റുവേഷൻ അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നു. എല്ലാവരും ഫോൺ ഒരേപോലെ തന്നെ സ്വിച്ച് ഓഫ് ആയി. ആരും ഫോൺ സ്വിച്ച് ഓഫ് ആയില്ല, എൻ്റെ അനിയത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാറില്ല. അങ്ങനെ അവളെ കൂടി സ്വിച്ച് ഓഫ് ആയപ്പോൾ പഠിക്കുമായിരുന്നു. അവള് ഡിഗ്രി 2nd ഇയർ ആയിരുന്നു. അപ്പോൾ അവളുടെ ഫോണും കൂടെ ഓഫ് ആയതുകൊണ്ട് ആപ്പാട് പേടിയായിട്ട് ഓടി വന്നത് അങ്ങോട്ട്. അപ്പോൾ ഈ ക്യാമ്പിൽ എവിടെയായിരുന്നു? ഹൈസ്കൂളിലായിരുന്നു. ഹൈസ്കൂൾ ക്യാമ്പിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവിടെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി സ്വാഭാവികമായിട്ടും ഇപ്പോൾ കല്യാണമൊക്കെ ആ രീതിയിൽ തന്നെ കഴിക്കാനാണ്. ഇനിയിപ്പോൾ ചെറിയ തോതിലുള്ള ഒരു പരിപാടി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഗ്രാൻഡ് ആക്കിയിട്ടുള്ള പരിപാടിയാണ് നടത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇനിയിപ്പോൾ 1 വർഷമൊക്കെ കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ ആ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അതിന് മുമ്പേ തന്നെ ഇവളെ ഞാൻ കൊണ്ടുവരും. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടി, പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ചെറിയ ഒരാളായതുകൊണ്ട് ഏറ്റവും ഇളയത് ഞാനാണ്. അപ്പോൾ എന്തായാലും വീട്ടുകാർക്കും ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ആഗ്രഹം പോലെ തന്നെ അതും നടത്തി കൊടുക്കണം. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമുണ്ട് നല്ലൊരു പരിപാടി നടത്തണം. അപ്പോൾ അപ്പൻ്റെ അമ്മേൻ്റെ ഇഷ്ടത്തിന് എന്തായാലും ഒരു നല്ല പരിപാടിയായിട്ട് നടത്തും. പക്ഷെ അപ്പനോടും അമ്മേനോടും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് കുറച്ച് കാലം എന്തായാലും കഴിയും, അതൊക്കെ കഴിഞ്ഞിട്ട് നടത്താമെന്ന്. അതുവരെ ഇവളെന്തായാലും തനിച്ചാക്കി ഇടൂല്ല. ഇവളെ ഞാൻ എന്തായാലും ചേർത്ത് പിടിച്ച് ഇവളെ കൊണ്ട് തന്നെ ഞാൻ പോവുള്ളൂ. ഒരു വീട് വേണമല്ലോ നിങ്ങൾക്ക്, ഒറ്റയ്ക്കാണെങ്കിൽ താമസിക്കാൻ ഒരു വീട് വേണം. ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു വീട് വേണം. പിന്നെ പറയാൻ പാകത്തിന് ഇവക്കൊരു നല്ലൊരു ജോലിയും വേണം. അപ്പോൾ നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ആരോടൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവളിന് ഒറ്റയ്ക്കാവാൻ പാടില്ല. ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് സെറ്റിലായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട്. ഇപ്പം ഞാനും പറഞ്ഞല്ലോ, എൻ്റെ ഈ ഹൈറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ്. കുറേ വട്ടം ഞാൻ അതിൽ കാല് തെന്നിയിട്ടുമുണ്ട്, താഴേക്ക് വീണിട്ടുമുണ്ട്.
അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം, എത്ര കാലം ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം. അപ്പോൾ ഇവളിനി തനിച്ചാവരുത്. അപ്പോൾ ഇവക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ, ഇവക്കൊരു അടച്ചുറപ്പുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇവക്ക് അതിൽ കയറി ഒരു ദിവസം അന്തി ഉറങ്ങിയിട്ടാണെങ്കിൽ ഇവക്ക് സുഖമായിട്ട് നിൽക്കാം. പിന്നെ ഇവക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും കാലാകാലമൊക്കെ ജീവിക്കാൻ ഒരു ജോലി. ഇത് രണ്ടുമാണ് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് പോകുന്നത്. ഇനി ഇവളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ഇവളിപ്പോൾ ഓക്കെയാണ്. പിന്നെ രാത്രികളിലുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രം. അപ്പോൾ അതിന് ഞാനിപ്പോഴും ഉണ്ടാവും. ഇനി നമ്മളൊക്കെ ഉണ്ട് കൂടെ. മൊത്തത്തിൽ ആളുകളുണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോ ജോലി, വിവാഹം, അങ്ങനെയുള്ള ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുക എന്നുള്ളതാണ്. അതെ, ഓക്കെ ആണോ? ഓക്കെ ആകണമല്ലോ. നമുക്ക് പകലൊന്നും ഒരു പ്രശ്നവും ഇല്ല, പകലൊക്കെ ഞാൻ ഓക്കെ ആണല്ലാത്ത. പക്ഷെ രാത്രി കിടക്കുമ്പോൾ മാത്രം ഒരു ബുദ്ധിമുട്ട്. എങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് എന്തൊരു ചളി വന്ന് മേത്ത് വീണു അതിലൊരു ഫീലിങ്സും, ഉറങ്ങി പെട്ടെന്ന് നെട്ടി എണീക്കാം, ഇതൊക്കെ തന്നെ. ഓ, ക്യാമ്പിൽ നിന്ന് മാറിയിട്ട് എവിടെയാ താമസം? ഇവിടെ തന്നെ ക്വാർട്ടേഴ്സിൽ നമ്മൾ നിൽക്കുകയാണ്, വാടകയ്ക്ക് എടുത്തിട്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ജെൻസനും ശ്രുതിക്കും ഒക്കെ ഒപ്പം നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു വിവാഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ചെറുപ്പക്കാർക്കും അവരുടെ സ്വപ്നങ്ങളുണ്ട്. ശ്രുതിയെ ജെൻസൻ ചേർത്ത് നിൽക്കുന്നു. ഈ ക്യാമ്പിന് പുറത്ത് നമ്മൾ കാണുന്ന ഒരു നല്ല മാതൃകയാണ് ജെൻസനും ശ്രുതി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ക്യാമറമാൻ വിജിത്ത് ഓർക്കടവിനൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.